ഇറാനെതിരായ ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണം 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാനെ പൂർണ്ണമായും തകർക്കും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ തന്നെ ഇറാന്റെ വ്യോമ, നാവിക, പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർത്തെന്നും ട്രംപ് അവകാശപ്പെടുന്നു. ഇറാന്റെ 24 കപ്പലുകൾ തകർത്തെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്ക കരയുദ്ധത്തിന് ഉടനെ തയ്യാറാവുകയാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഒത്തുതീർപ്പുകൾക്ക് തയ്യാറല്ലെന്ന നിലപാടിൽ തന്നെ ഇറാനും ഉറച്ചു നിൽക്കുകയാണ്. ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇറാന്റെ ആക്രമണം ഇന്നും തുടരുകയാണ്. UAE, ഖത്തർ, ബഹ്റൈൻ, സൗദി എന്നിവിടങ്ങളിൽ ആക്രമണം ശക്തമാണ്. ഇസ്രയേലിലെ ടെൽ അവീവിലും ഇറാന്റെ ആക്രമണം ഇന്നുണ്ടായി. കരയുദ്ധത്തിൽ അമേരിക്കയെ തങ്ങൾ കാത്തിരിക്കുകയാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറയുന്നത്. കരയുദ്ധത്തിൽ അമേരിക്കൻ സൈന്യത്തെ ഇല്ലാതാക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം തുടരുമെന്ന ഒരു മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇറാനിയൻ സൈന്യം കാത്തിരിക്കുന്നത് അമേരിക്കയുടെ കരയുദ്ധത്തിന് വേണ്ടിയാണ്. ഇറാന്റെ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയതിന് അങ്ങനെ പകരം ചോദിക്കുമെന്നും ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനിയും പറയുന്നു. അതിനിടെ ഇറാന്റെ അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികളിൽ വ്യക്തിപരമായി തനിക്കും ഭാഗമാകണം എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ആക്സിയോസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ട്രംപിന്റെ ഈ പരാമർശമുണ്ടായത്. ഖമനേയുടെ മകനെ അംഗീകരിക്കാനാവില്ലെന്നും നമുക്ക് വേണ്ടത് ഇറാനിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരുന്ന ഒരു നേതാവിനെയാണെന്നും ട്രംപ് പറഞ്ഞതായി ആക്സിയോസിനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം വടക്കൻ പേർഷ്യൻ ഉൾക്കടലിൽ വെച്ച് അമേരിക്കയുടെ എണ്ണക്കപ്പൽ ആക്രമിച്ചെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇറാന്റെ സായുധ സേനയായ IRGC ആണ് വ്യാഴാഴ്ച രാവിലെയോടെ അമേരിക്കൻ എണ്ണക്കപ്പലിന് നേരെ ആക്രമണം നടത്തിയതായി അവകാശപ്പെട്ടത്. ആക്രമണത്തിന് പിന്നാലെ അമേരിക്കൻ കപ്പലിന് തീ പിടിച്ചെന്നും IRGC പറയുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പതാകയുള്ള സൈനിക വാണിജ്യ കപ്പലുകളെ ആ മേഖലയിലൂടെ കടന്നുപോകാൻ അനുവദിക്കുന്നില്ലെന്നും ആക്രമിക്കും എന്നുമാണ് IRGC മുന്നറിയിപ്പ് നൽകുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് യുദ്ധസമയത്ത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കാൻ ഇറാന് പൂർണ്ണ അധികാരമുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും അവർ അവകാശപ്പെടുന്നു. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ മരണസംഖ്യ 1250 കടന്നതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇറാന്റെ പ്രത്യാക്രമണ ശേഷി കുറഞ്ഞുവെന്ന് അമേരിക്ക പറയുമ്പോഴും ബഹ്റൈനിലെ മനാമയിലുള്ള ഹോട്ടലിനും അപ്പാർട്ട്മെന്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. ഇതിനു പുറമെ കുവൈറ്റിലും ഇറാന്റെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ വന്ന മിസൈലുകൾ സൗദി സേന വിജയകരമായി തടയുകയും ചെയ്തു. യുദ്ധം 7ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇറാഖിലെ കുർദിഷ് മേഖല വഴി ഇറാനെതിരെ ഒരു കരയുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുമ്പോൾ ഏത് തരത്തിലുള്ള കടന്നുകയറ്റത്തെയും നേരിടുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഗൾഫ് മേഖലയിലും ഇസ്രയേലിലും ഇറാൻ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ മേഖലയിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമാകാൻ തന്നെയാണ് സാധ്യത.